ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പുതിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. ഇത് മഴക്കാലമൊക്കെ തുടങ്ങിയല്ലോ. ഇവിടെ അടുത്തൊരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. അപ്പം അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അമ്പലവയലിനടുത്തുള്ള അമ്പൂത്തിമല കയറാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറേ ഇതൊക്കെ പോകണം വിചാരിച്ച് ഇതുവരെ നടന്നില്ല. പിന്നെ അങ്ങനെ ഒരു ഫ്രീയുള്ള ടൈമായപ്പം നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. ഈ മൺസൂണിൽ നമ്മൾ 1-2 മൺസൂൺ ഡ്രൈവ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ മഹാരാഷ്ട്രയിലുള്ള മാത്തേരൻ ഒന്ന് പോകണമെന്നുണ്ട്. അതുപോലെ പിന്നെ ഏതെങ്കിലും 1-2 ചെറിയ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 1-2 ട്രിപ്പൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കണമെന്ന് അറിഞ്ഞൂടെ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മുടെ മാപ്പിൽ അമ്പൂത്തിമല എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ പോയത്, പക്ഷേ എത്തിച്ചത് എടക്കൽ ഗുഹേൻ്റെ അടുത്താണ്. അപ്പോൾ എടക്കൽ ഗുഹ ഓൾറെഡി നമ്മൾ പോയതായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. ആ പരിസരത്ത് കൂടെ വണ്ടി ഓടിച്ച് നോക്കി. ഈ അമ്പൂത്തിയിലോട്ടുള്ളൊരു റൂട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് വരികയാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഫാൻറ്റൺ റോക്ക് എന്നൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബ്യൂട്ടിഫുള്ളായൊരു കോറിയാണ്. നമ്മൾ ഫാൻറ്റൺ റോക്കിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന അങ്ങ് ദൂരെ കാണുന്നതാണ് അമ്പൂത്തിമല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു പറ്റിയിട്ടില്ല. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനായിട്ട് ആ കാണുന്ന സംഭവമാണ് ശരിക്കും ഫാൻറ്റൺ റോക്ക് എന്ന് പറയുന്നത്. ഒരു പാറയുടെ മുകളിൽ വേറെ വലിയൊരു പാറ നിൽക്കുന്ന മഴ എന്ന് പറയാൻ വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴ. നിറയെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഇതാ ചെറിയൊരു വ്യൂ എന്തോ ഉണ്ട്. ഇവിടെ ചെറിയൊരു വ്യൂ. കയറ് നോക്കി കയറി വായി. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ടേക്കന്നല്ലേ വരുന്നത്. അറ്റത്തോട്ടൊന്നും പോകണ്ട ശ്രീ. വലിയൊരു മഴയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് വേണ്ടി. മഴ പെയ്യുമ്പോ അവിടെ ഇവിടെയൊക്കെ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. അധികം ആളൊന്നും എപ്പോഴും പറ്റും. മഴക്കാലമാകുമ്പോൾ പിന്നെ ഇതേപോലെ കുന്നിൻ്റെയും മലയുടെ മുപ്പത്തൊക്കെ ആയിരിക്കും ആൾക്കാർ കൂടുതലും പോകുന്നത്. അപ്പം നമ്മളും അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് തന്നെ ഒരുപാട് ട്രക്ക് ചെയ്യാനൊന്നുമില്ല, കുറച്ചൊന്ന് നടന്ന് കയറാനുള്ളൂ. എൻ്റെ പൊക്കോട്ട് തന്നെയാണ്. വലിയൊരു സംഭവം അത്ര അടിപൊളിയൊരു വ്യൂ ഒന്നും ഇല്ല. അതിസാഹസ്യമായി സജിത്ത് ഇറങ്ങുന്നു. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം ഒരു ചോട്ടിലെത്താനായിട്ടുണ്ട്. വഴി അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള വഴിയൊന്നുമില്ല. ചളിയും കാര്യമൊന്നും ഇപ്പം അധികമില്ല. മഴയൊക്കെ അങ്ങനെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. സംഭവം എങ്ങനെ നിൽക്കുന്നതെന്നാണ്. ഒരു പാറയുടെ മുകളിൽ വലിയൊരു പാറ 2 പീസായി കിടക്കുന്ന പോലെ ഉണ്ട് കാണാം. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്.
എന്താ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായം? ഏ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായം നല്ല രസമുണ്ട്. എന്താ അതിന് മാത്രം രസം? ചുമ്മാ തള്ളുകയാണ് ഗൈസ്. വെള്ളമൊന്നുമല്ല. നടക്കി പോ. ഇവിടെ പാറമടയൊക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, അവിടെ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ. ഈ ഒരു വഴി മാത്രമാണ് ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ട്. ചെറിയ മണ്ടയ്യ മഴ ആയതുകൊണ്ട് തന്നെ സ്ലിപ്പാവാൻ ചാൻസ് അവിടെ കയറി പോട്ടെ. ഇപ്പോൾ ഫാൻഡർ റോക്കിന്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്സിൽ നോക്കിയാൽ കിട്ടും. ഇവിടെ താഴെ ഇവിടെ ഒരു 20 രൂപയുടെ പാർക്കിംഗ് ഫീ മാത്രം കൊടുത്താൽ മതി. വേറെ അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നും. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാം. ഇത് നമ്മുടെ കൽപ്പറ്റ ബത്തേരി റൂട്ടിൽ മുട്ടിലെല്ലാം കഴിഞ്ഞ് കാക്കവയലിനടുത്ത് നമ്മൾ പോകുമ്പോൾ കണ്ടതായിരുന്നു. വയലിൻ്റെ നടുക്കായിട്ടൊരു റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ശ്രീജ ഏതോ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ എന്താ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി ചായ വല്ലതും കുടിക്കാമെന്ന് വെച്ച് അങ്ങനെ പോവാം. തീരെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള സ്ഥലത്താട്ടോ ഇതെന്തായാലും തുടങ്ങിയിട്ടുള്ളത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ലൊക്കേഷൻ. കപ്പയും മീൻകറി ആയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. അതായത് ഇവിടെ തന്നെ വളർത്തുന്ന മീനാണ്. തൊട്ടുള്ള ആ കുളത്തിലതൊക്കെ ആയിട്ട് വളർത്തുന്ന ഫിലോപ്പി പറയുന്ന മീനാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്, അത്രയാണ് ഫുഡിനെ പറ്റി എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് നമ്മളൊരു സ്നാക്കും കൂടിയും കഴിച്ചായിരുന്നു അവിടുന്ന്. ഇത് നമ്മളെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് വരുന്നത്. കാക്കവയലൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.